ഇത് വിചിത്രമായ പൂട്ടിക്കിടക്കുന്ന അമ്പലമാണ്. ഇവിടെ പേടിപ്പിക്കുന്ന ഭൂതമുള്ളത് കാരണം ആരും അവിടേക്ക് പോവില്ലായിരുന്നു. അഥവാ അവിടേക്ക് പോയാൽ തന്നെ ആരും തിരിച്ചു വന്നിട്ടില്ല. അവരെ ആ ഭൂതം പിടിക്കും. മാത്രമല്ല ഭൂതം അവരെ ശപിക്കുകയും വിരൂപരാക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇവന്റെ ചെറുപ്പം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു ആ സ്വർണ്ണനിധി കൈക്കലാക്കണമെന്ന്. അവൻ അങ്ങനെ അതെടുക്കാൻ തീരുമാനിച്ച് അതിനുള്ളിലേക്ക് കയറുകയാണ്. ചെറുപ്പം മുതലേ ആ സ്വർണ്ണനിധിയെ പറ്റിയും അവിടുത്തെ മറ്റു കാര്യങ്ങളെപ്പറ്റിയും നല്ല അറിവുള്ളതിനാൽ അവന് അവിടേക്ക് പോവുക എളുപ്പമായിരുന്നു. അങ്ങനെ ഒരുപാട് കാലം അതിനുള്ളിൽ താമസമാക്കി അവിടുത്തെ കാര്യങ്ങളെല്ലാം അവൻ മനസ്സിലാക്കിയെടുക്കുകയാണ്. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അവനെ ഭാര്യയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതെ വരികയാണ്. അവിടെ നിന്ന് നിധിയുമായിട്ടാണ് അവൻ തിരിച്ചു വന്നത്. അങ്ങനെ അവിടെ നിന്നും കൊണ്ടുവന്ന നാണയങ്ങളിൽ ഒന്നെടുത്ത് അവൻ കടം വാങ്ങിയ കൂട്ടുകാരന് കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും വീണ്ടും നാണയങ്ങളെടുത്ത് അവൻ്റെ കടങ്ങളെല്ലാം വീട്ടുകയാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ അവൻ വലിയ പണക്കാരനായി മാറുകയാണ്. അതുകൊണ്ട് അവൻ്റെ കൂട്ടുകാരൻ അവൻ എവിടെ നിന്നാണ് ഈ പണമെല്ലാം കൊണ്ടുവരുന്നതെന്ന് അറിയണമെന്ന് ആഗ്രഹം തോന്നുകയാണ്. അങ്ങനെ അവനെ പിന്തുടരുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ ഒരു പാത്രവുമായിട്ട് കയറൊക്കെ കെട്ടി ഒരു കിണറിനകത്തേക്ക് ഇറങ്ങുകയാണ്. ഇതെല്ലാം കൂട്ടുകാരൻ മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് കിണറിൽ നിന്നും ആ പാത്രം നിറയെ സ്വർണ്ണ നാണയമായിട്ടാണ് അവൻ പുറത്തേക്ക് വന്നത്. അവൻ അവിടെ നിന്ന് പോയ സമയം കൂട്ടുകാരൻ ആ പാത്രത്തിൽ എന്താണ് കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടി കിണറിനകത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ ചെന്നതും അവിടെ ഒരു പാത്രം അവൻ കാണുകയാണ്. ഇതവൻ കൊണ്ടുവന്നതല്ലേ എന്ന് പറഞ്ഞ് അവനത് തുറന്നു നോക്കുകയാണ്. നോക്കുമ്പോൾ അതിനകത്ത് മാവ് കൊണ്ടുണ്ടാക്കിയ പാവയുടെ രൂപമായിരുന്നു. അവനത് കയ്യിലെടുത്തതും ഒരു രൂപം വന്നവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ശരിക്കും ആ മാവ് കൊണ്ടുള്ള രൂപം അതിന് കൊടുത്താൽ അതിൻ്റെ പിന്നിൽ നിന്നും കുറേ സ്വർണ്ണ നാണയങ്ങൾ കിട്ടും. അത് ശരിയായ രീതിയിൽ ചെയ്താൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഈ ട്രിക്ക് അറിയാത്തത് കൊണ്ട് അവൻ്റെ കൂട്ടുകാരൻ ആ ജീവിയുടെ കയ്യിൽ പെടുകയാണ്.